പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 15-ാം തീയതി അയർലൻഡിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട നോക്ക് എന്ന പുണ്യസ്ഥലത്ത് നിന്നാണ് ഈ മതബോധന പഠന പ്രസരണം വീണ്ടും നമ്മൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഈ മതബോധന പഠന കളരിയിൽ 1059-ാമത്തെ എപ്പിസോഡാണിത്. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുമ്പോൾ ആ വിശ്വാസം എന്താണ്, എത്ര ആഴത്തിൽ നമ്മളത് പഠിക്കണം എന്ന് ഈ മതബോധന പഠനത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ഇതിൽ ആരംഭമായിട്ട് നമുക്ക് ഈ ഒരു വചനം പറഞ്ഞ് തുടങ്ങാം. 2565 കാറ്റക്കിസം 2565 പറയുന്നത്, പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രവചനം, നമ്മൾ ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മളെ നയിക്കുന്നത് പ്രവചനവരത്തിലൂടെയാണ്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ഉത്കൃഷ്ട ദാനങ്ങൾക്കായി തീഷ്ണമായി അഭിലഷിക്കുക. സർവോപരി പ്രവചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നമുക്ക് അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവനും പ്രവാചകരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 29-ാമത്തെ വചനമാണ്, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്ന്. മോശയുടെ ആ ആശ ഇതാ അപ്പോസ്തല ജോയേൽ പ്രവാചകരിലൂടെ പ്രവചനമായിട്ട് വരികയും പന്തക്കൊസ്താക്കി അത് സംഭവിക്കുകയും ചെയ്തു. മോശയുടെ ആശ, ജോയേലിലൂടെ പ്രവചനം, പന്തക്കൊസ്തായിൽ അത് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? സകല ജനങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ്. പത്രോസ് എഴുന്നേറ്റ് നിന്നുദ്ഘോഷിച്ചു, ഇത് ജോയേൽ പ്രവാചകന്റെ പ്രവചനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന നാളുകളിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെ മേലും വർഷിക്കും. നിങ്ങളുടെ മക്കളും പ്രവചിക്കും, എല്ലാവരും പ്രവചിക്കും. യുവാക്കൾക്ക് ദർശനം കാണും. ഞങ്ങളുടെവരെയും നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഹലബല 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 ഹലബല. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. Sharamia rakira, sharamia rakira, labarakira, labarakira, labura barakira, shabara, lambarakira, lambara makara. ഭാഷാവരത്തിലാണ് പ്രവചനം. ഇനി അതിൻ്റെ വ്യാഖ്യാനമാണ് ഇപ്പോൾ വരുന്നത്. അത് മറ്റൊരു വരമാണ്. പരിശുദ്ധാത്മാവാണ് അത് വ്യാഖ്യാനിക്കുന്നത്. എൻ്റെ വാത്സല്യഭാചനങ്ങളെ,
നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ നിധി ഇതാ നിങ്ങൾക്കായി തുറക്കുന്നു. നിങ്ങളിൽ വിശ്വാസത്തിൻ്റെ ഒരു നിധി തന്നെ ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ മുട്ടുവിൻ, തുറക്കപ്പെട്ടു. അത് തുറന്ന് ആ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവൻ ലോകത്തെ വിജയിക്കും. ലോകത്തിൻ്റെ മേൽ അവൻ വിജയം നേടും. എൻ്റെ ജനമേ, നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന വിശ്വാസത്തെ ഇതാ ഇന്ന് ഞാൻ ജ്വലിപ്പിക്കുന്നു. ഇന്ന് ഞാൻ 10 മടങ്ങ് ജ്വലിപ്പിക്കുന്നു. അതാളിക്കത്തട്ടെ. അതിൻ്റെ ചൂടും വെളിച്ചവും ലോകം മുഴുവനിലേക്കും പ്രവഹിക്കട്ടെ. ശറഖീര മക്കാറ. നിങ്ങളിൽ പാകിയിരിക്കുന്ന വിശ്വാസം നിങ്ങളിലൂടെ ലോകം മുഴുവനും പ്രസരിക്കട്ടെ. പ്രത്യേകിച്ച് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിലൂടെയും അത് നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ സഭാ ശരീരത്തിൽ ഒരു ചലനമുണ്ടാകുന്നു. സഭാ ശരീരത്തിൽ വിശ്വാസത്തിൻ്റെ കുതിപ്പുണ്ടാകുന്നു. ഈ വിശ്വാസത്തിൽ നിങ്ങൾ അടിയുറയ്ക്കുവിൻ, വേരുപാകുവിൻ, നങ്കൂരമടിക്കുവിൻ. എന്റെ ജനമേ, എന്റെ വാത്സല്യഭാജനങ്ങളെ, നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ദാനം എത്രത്തോളം വിസ്മയനീയമാണെന്ന് നിങ്ങൾ അറിയുവിൻ. വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. ഇതാ ഇന്ന് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നു, വളർത്തുന്നു. അതിശക്തമായി ഞാൻ അതിനെ വളർത്തുന്നു. വിശ്വാസം വളരും. നിങ്ങളിലുള്ള വിശ്വാസം വളരും. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെയും, ഇപ്പം ഈ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ ഇനി കേൾക്കാനിരിക്കുന്നവർക്ക് സൗഖ്യം കിട്ടുന്നതായി കാണുന്നു. ആദ്യത്തെ സൗഖ്യം ശക്തമായ പല്ലുവേദന മാറുന്നതായിട്ടാണ് കാണുന്നത്. ആർക്കോ ശക്തമായ പല്ലുവേദന ഉണ്ടായിരുന്നത് മാറുന്നു. മറ്റൊരാൾക്ക് കാലിങ്ങനെ നിലത്ത് കുത്താൻ പറ്റാത്ത മാതിരി വേദനയാണ്. എന്നാൽ ഇപ്പോൾ ആ വേദന മാറുന്നു. കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വേദന, അത് മാറുന്നു. മൂന്നാമത്തെ ഒന്ന്, വയറിന് വേദന ഉണ്ടായിരുന്നത് മാറുന്നു. ഇങ്ങനെ 3 സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നു. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. മർക്കോസ് 16:20. 3 സൗഖ്യങ്ങൾ. ഇതിലേതെങ്കിലും സൗഖ്യം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്താം, അല്ലെങ്കിൽ പിന്നീട് സാക്ഷ്യപ്പെടുത്താം. 3 സൗഖ്യം. ഒന്ന്, പല്ലുവേദന മാറുന്നു, കാലിൻ്റെ ഉപ്പൂറ്റുവേദന മാറുന്നു, വയറുവേദന മാറുന്നു. അതോടൊപ്പം ഇന്നത്തെ പ്രവചനം അതിശക്തമായി നിങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസത്തിൽ വളർത്തുന്നതിനിടയാകട്ടെ. വരുവിൻ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെസഹാ രഹസ്യത്തിൻ്റെ കൗദാശിക ആഘോഷം.
അത് എവിടെ ആഘോഷിക്കപ്പെടുന്നു എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഗാനത്തിൻ്റെ വരികൾ മനസ്സിലേക്ക് വരികയാണ്. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പൂ. True and perfect worship has come, all the old must terminate. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം 1183 അതിന് മുൻപുള്ള 1182 ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. പുതിയ ഉടമ്പടിയുടെ ബലിപീഠം കർത്താവിൻ്റെ കുരിശാണ്. അവിടെ നിന്ന് പെസഹാരഹസ്യത്തിൻ്റെ കൂദാശകൾ പുറപ്പെടുന്നു. ദേവാലയത്തിൻ്റെ കേന്ദ്രമാകുന്ന ബലിപീഠത്തിൽ കൗദാശിക അടയാളങ്ങളിലൂടെ കുരിശിലെ യാഗം സന്നിഹിതമാക്കപ്പെടുന്നു. സന്നിഹിതമാക്കപ്പെടുന്നു. ബലിപീഠം കർത്താവിൻ്റെ ഭക്ഷണമേശയാണ്. അതിലേക്ക് ദൈവജനം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ചില പൗരസ്ത്യ ആരാധനക്രമങ്ങളിൽ ബലിപീഠം കബറിടത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ക്രിസ്തു യഥാർത്ഥത്തിൽ മരിക്കുകയും യഥാർത്ഥത്തിൽ ഉയർക്കുകയും ചെയ്തു. 1153 പള്ളികളിൽ സക്രാരി ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആദരവോടെ പ്രതിഷ്ഠിക്കപ്പെടണം. ഇത് വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ മിസ്റ്റേരിയം ഫിഡേ എന്ന വത്തിക്കാൻ പ്രമാണരേഖയിൽ നിന്നുള്ളതാണ്. 1965 നമ്മൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ വത്തിക്കാൻ കൗൺസിലിൻ്റെയും കൂടി ജൂബിലിയാണ് ഇത്. 60 വർഷം കഴിഞ്ഞു. 2025 കഴിഞ്ഞപ്പോൾ ദിവ്യകാരുണ്യ സക്രാരിയുടെ മാഹാത്മ്യം, സ്ഥാനം, സുരക്ഷിതത്വം എന്നിവ അൾത്താരയിലെ വിശുദ്ധ കൂദാശയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനായ കർത്താവിനോടുള്ള ആരാധനയെ പരിപോഷിപ്പിക്കണം. സാക്രസാൻഡം കൺസീലിയം 128. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൻ്റെ മുദ്രയുടെ കൗദാശി അടയാളമെന്ന നിലയിൽ അഭിഷേക കർമ്മങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വിശുദ്ധ തൈലം, ക്രിസം, മൂറോൻ പരമ്പരാഗതമായി ബലിവേദിയിൽ മദ്ബഹായിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തു വരുന്നു. ജ്ഞാനസ്നാനാർത്ഥികൾക്കുള്ള തൈലവും രോഗീലേപനത്തിനുള്ള തൈലവും കൂടി അവിടെ സ്ഥാപിക്കാവുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പം പള്ളിയിൽ സക്രാരിയുടെ സ്ഥാനത്തെക്കുറിച്ചും സക്രാരിയെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആദരവോടെ പ്രതിഷ്ഠിക്കപ്പെടണം. ദിവ്യകാരുണ്യ സക്രാരിയുടെ മാഹാത്മ്യം, സ്ഥാനം, സുരക്ഷിതത്വം എന്നിവ അൾത്താരയിലെ വിശുദ്ധ കൂദാശയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനായ കർത്താവിനോടുള്ള ആരാധനയെ പരിപോഷിപ്പിക്കണം. ഇന്ദ്രിയങ്ങൾക്ക് പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. Senses cannot grasp this marvel, faith must come to compensate. വിശുദ്ധ കൂദാശയിൽ സന്നിഹിതനായ കർത്താവിനോടുള്ള ആ മനോഭാവത്തിൻ്റെ ആശയമാണ് ഈ ഗാനത്തിൽ ലത്തീൻ ആരാധന ക്രമത്തിലെ സമാപന ആരാധന
ഗീതമാണ്. അത്രയ്ക്ക് വിസ്മയാവഹമായ സാന്നിധ്യമാണ് സക്രാരിയിൽ ഈശോയുടെ സാന്നിധ്യം. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പൂ. New and perfect worship come, all the old must terminate. അങ്ങനെ പഴയതെല്ലാം കടന്നുപോയി, പുതിയ ആരാധന. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പുതിയ ഉടമ്പടിയിൽ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. എന്നാൽ ഇത് ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതിയ ഗാനമാണിത്. 1264 മുതൽ 65 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അന്നത്തെ മാർപ്പാപ്പ അർബൻ 4 മാർപ്പാപ്പയാണ് ഈ ദിവ്യ കൂദാശയുടെ തിരുനാൾ അല്ലെങ്കിൽ കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ആ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാളിന് വേണ്ടി എഴുതിയ ഗാനമാണത്. ഇന്ദ്രിയങ്ങൾക്കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യ ദീപ്തി. വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ഈ വിസ്മയം മനസ്സിലാകുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ പ്രവചനത്തിൽ കർത്താവ് തന്നതും വിശ്വാസത്തെക്കുറിച്ചാണ്. വരുവിൽ വീണ്ടും 1379 നമുക്ക് പഠിക്കാം. 1379 പറയുന്നത്, രോഗികൾക്കും കുർബാനയിൽ സന്നിധരാകാൻ കഴിയാത്തവർക്കും കുർബാനയ്ക്ക് പുറമേ കൊണ്ടുപോയി കൊടുക്കുവാൻ ദിവ്യകാരുണ്യം യോഗ്യമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് സക്രാരി ആദ്യമായി ഉദ്ദേശിക്കപ്പെട്ടത്. ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള വിശ്വാസം ആഴപ്പെട്ടപ്പോൾ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളുടെ കീഴിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവിനെ നിശബ്ദമായി ആരാധിക്കുന്നതിൻ്റെ അർത്ഥം സഭയ്ക്ക് ബോധ്യപ്പെട്ടു. ഇക്കാരണത്താൽ പള്ളിയിലെ സവിശേഷമാം വിധം യോഗ്യമായ സ്ഥലത്ത് സക്രാരി സ്ഥാപിക്കണം. ക്രിസ്തുവിൻ്റെ പരിശുദ്ധ കൂദാശയിലുള്ള യഥാർത്ഥ സാന്നിധ്യത്തിൻ്റെ സത്യത്തെ ഉയർത്തി കാണിക്കുകയും വെളിവാക്കുകയും ചെയ്യുന്ന വിധത്തിൽ അത് നിർമ്മിക്കണം. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് 2120 ദൈവദോഷം, പ്രത്യേകിച്ച് കൂദാശകളെയും ആരാധനാപരമായ മറ്റു പ്രവൃത്തികളെയും അതുപോലെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികളെയും വസ്തുക്കളെയും സ്ഥലങ്ങളെയും അശുദ്ധമാക്കുന്നതും അയോഗ്യമായി കൈകാര്യം ചെയ്യുന്നതുമാണ് ദൈവദോഷം. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിനെതിരെ ചെയ്യുമ്പോൾ ഗൗരവാവഹമായ പാപമാണ്. കാരണം ഈ കൂദാശയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരം നമുക്ക് വേണ്ടി സത്താപരമായി സന്നിഹിതമാകുന്നു. ഇനി 1241 കൂടി പഠിക്കാം. മെത്രാൻ ആശീർവദിച്ച സുഗന്ധ എണ്ണയായ വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകം പുതുതായി മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായിത്തീർന്ന വ്യക്തിക്ക്, അതായത് പുരോഹിതനും പ്രവാചകനും രാജാവുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് സന്നിഹിതമാക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരുമായ
വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂദാശയുടെ ആഘോഷത്തെക്കുറിച്ചാണ്. ഇനി അതിൽ തുടർന്ന് നമ്മൾ 1184 പഠിക്കാം. അതിനെ പറയുന്നത് മെത്രാന്റെ സിംഹാസനം, കത്തീഡ്രൽ, മെത്രാന്റെ പള്ളിയാണ് കത്തീഡ്രൽ. അതിൻ്റെ കാരണം ആ കത്തീഡ്രലിലാണ് മെത്രാന്റെ സിംഹാസനം, മെത്രാൻ ഇരിക്കുന്ന ആ കസേര, അതിനാണ് കത്തീഡ്ര എന്ന് പറയുന്നത്. മെത്രാന്റെ സിംഹാസനം അഥവാ കത്തീഡ്ര അല്ലെങ്കിൽ വൈദികന്റെ ഇരിപ്പിടം, അദ്ദേഹം സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിൻ്റെയും പ്രാർത്ഥന നയിക്കുന്നതിൻ്റെയും ധർമ്മത്തെ പ്രകടമാക്കണം. തുടർന്ന് വചനവേദി, വചന ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ ഉചിതമായ ഒരു സ്ഥാനം ദേവാലയത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവവചനത്തിൻ്റെ മഹത്വം ആവശ്യപ്പെടുന്നു. 103-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് CCC 103. ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. കാരണം ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവന്റെ അപ്പം വിശ്വാസികൾക്ക് അനവരതം നൽകുന്നതിൽ നിന്നും സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലുള്ള വചനവേദി അതും ഒരു ബലിവേദി തന്നെയാണ്. ബലിവേദിയിൽ നിന്ന് ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിച്ച് നമുക്ക് നൽകുന്നു എന്നുപോലെ വചനവേദിയിൽ നിന്നും വചനമാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന് സ്വീകരിക്കുന്ന ജീവന്റെ അപ്പം. വചനവേദിയിൽ നിന്ന് വചനമാകുന്ന ക്രിസ്തുവിനെ നമ്മൾ മുറിച്ച് സ്വീകരിക്കുന്നു, ബ്രേക്കിംഗ് ദ വേർഡ്. എന്നാൽ ബലിവേദിയിൽ നിന്ന് ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് വചനവേദിയും ബലിവേദിയും ഒരേ കാര്യം തന്നെയാണ് നടത്തുന്നത്. 1185 ദൈവജനത്തിന്റെ സമ്മേളനം മാമോദീസായോടുകൂടെ തുടങ്ങുന്നു. ദേവാലയത്തിൽ മാമോദീസാഘോഷത്തിനുള്ള സ്ഥലം, മാമോദീസ തൊട്ടി ഉണ്ടായിരിക്കണം. മാമോദീസ വ്രതങ്ങളുടെ സ്മരണ പോഷിപ്പിക്കണം. വിശുദ്ധ ജലം, ജ്ഞാനസ്നാനം ജീവിതത്തിന്റെ നവീകരണം, അനുതാപം ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ദേവാലയം അനുതാപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ഭാവം പ്രകടിപ്പിക്കണം. അനുതാപികളെ സ്വീകരിക്കാൻ ഉചിതമായ ഒരു സ്ഥാനം അതിനാവശ്യമാണ്. കുർബാനയാകുന്ന വലിയ പ്രാർത്ഥനയെ വ്യാപിപ്പിക്കുന്നതിനും ആന്തരികമാക്കുന്നതുമായ ധ്യാനത്തിലേക്ക്, മൗന പ്രാർത്ഥനയിലേക്കും ക്ഷണിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കണം ദേവാലയം. പ്രൈസ് ദ ലോർഡ്. 2717 കൂടി വായിക്കാം. 2717 അത് കോണ്ടംപ്ലേഷൻ പ്രേയറിനെ കുറിച്ചാണ്. ധ്യാനയോഗ പ്രാർത്ഥന നിശബ്ദതയാണ്. അത് വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പ്രതീകമോ സ്നേഹത്തിൻ്റെ നിശബ്ദ പ്രഘോഷണമോ ആണ്. ധ്യാനയോഗ പ്രാർത്ഥനയിലെ വാക്കുകൾ പ്രഭാഷണങ്ങളല്ല, സ്നേഹാഗ്നിയെ ആളിക്കുന്ന വിറകുകൊള്ളികളാണ്. ബാഹ്യ മനുഷ്യൻ അസഹ്യമായ ഈ നിശബ്ദതയിൽ പിതാവ് തൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. മനുഷ്യനായി അവതരിക്കുകയും
പീഡനമേൽക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത വചനം മനുഷ്യനായി അവതരിക്കുകയും പീഡനമേൽക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത വചനം പുത്രസ്വീകരണത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മെ പങ്കുകാരാക്കുന്നതും ഈ നിശബ്ദതയിൽ തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി വായിക്കട്ടെ. വിശുദ്ധ കുരിശിലെ യോഹന്നാന്റെ ഇരുണ്ട രാത്രികളിലെല്ലാം വർണ്ണിക്കുന്ന കാര്യങ്ങളാണത്. അത് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ കളക്റ്റഡ് വർക്ക്സ് ഓഫ് സെന്റ് ജോൺ ഓഫ് ദ ക്രോസ്. ജ്ഞാനയോഗ പ്രാർത്ഥന നിശബ്ദതയാണ്. അത് വരാനിരിക്കുന്ന ലോകത്തിന്റെ പ്രതീകമോ വിശുദ്ധ ഐസക് നിനവേ സ്നേഹത്തിന്റെ നിശബ്ദ പ്രഘോഷണമോ ആണ് ജോൺ ഓഫ് ദ ക്രോസ്. സ്നേഹത്തിന്റെ നിശബ്ദ പ്രഘോഷണം. ധ്യാനയോഗ പ്രാർത്ഥനയിലെ കോൺടംപ്ലേഷൻ വാക്കുകൾ ഭാഷണങ്ങളെല്ലാം സ്നേഹാഗ്നിയെ ആളിക്കുന്ന വിറകുകൊള്ളികളാണ്. അതായത് നമ്മളൊരു ചൂളയിലേക്ക് ചെറിയ വിറക് കൊള്ളിയിടുമ്പോൾ അത് പെട്ടെന്ന് ആളിക്കത്തുന്നു എന്ന പോലെയുള്ള വിറകുകൊള്ളികളാണ് പ്രാർത്ഥനയിലെ ചെറിയ വാക്കുകൾ. ബാഹ്യ മനുഷ്യന് അസഹ്യമായ ഈ നിശബ്ദതയിൽ പിതാവ് തൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. അതാണ് പ്രവചനം. പ്രവചനം അതുപോലെ ആളിക്കത്തുന്ന ഒരു അഭിഷേകം നമുക്ക് കാണുന്നില്ലേ? മനുഷ്യനായി അവതരിക്കുകയും പീഡനമേൽക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത വചനം പുത്രസ്വീകരണത്തിന്റെ ആത്മാവ് യേശുവിന്റെ പ്രാർത്ഥനയിൽ നമ്മെ പങ്കുകാരാക്കുന്നതിനും ഈ നിശബ്ദതയിൽ തന്നെയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരിക്കൽ കൂടി വിശ്വാസം വർദ്ധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ ഭവനങ്ങളിലും പ്രത്യേകിച്ച് യുവതി യുവാക്കളിലും മക്കളിലും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇന്നത്തെ പ്രവചനത്തിലൂടെ ഈ പ്രവചനം ഇന്ന് തന്നെ സംഭവിക്കട്ടെ. ഞങ്ങളെല്ലാവരിലും വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും ഉണ്ടാകട്ടെ. ഓരോ കുടുംബങ്ങളിലുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം, ലോകത്തിന്റെ മേലുള്ള വിജയം നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക നന്ദി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സാഷ്ടാംഗം വീണുകൊണ്ട് ഞങ്ങളിതെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാമെന്ന് അരുളിച്ചത് കർത്താവേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും നന്ദി. ദൈവത്തിന് സ്തുതി. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ബൈ ബൈ.